അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ്ഭാഗവതം പ്രഥമസ്കന്ധം 12-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ ശ്ലോകം മുതൽ 40-ാമത്തെ ശ്ലോകം വരെയുള്ള ഭാഗങ്ങൾ പാരായണം ചെയ്യുന്നു. സൂത ഉവാച ഏകദാ ഗിരിശം ദ്രഷ്ടും ഋഷയസ്സനകാദയാം ദിശോ വിധിമിരാഭാസാ കുർവന്തഃ സമുപാഗമൻ. തസ്മിംശ്ച സമയേ തത്രാ ശങ്കരപ്രമദായുത ക്രീഡാസക്താ മഹാദേവീ വിവസ്ത്രാ കാമിനീ ശിവ. ഉത്സംഗേ സംസ്ഥിതാ ഭർത്തു രമമാണാ മനോരമ. താൻ വിലോക്യാംബികാ ദേവീ വിവസ്ത്രാ വ്രീഡിതാ ഭൃശം. ഭർത്തുരംഗാൽ സമുദ്ധായ വസ്ത്രമാദായ പര്യധാൽ. ലജ്ജാവിഷ്ടാ സ്ഥിതാ തത്ര വേപമാനാതിമാനിനി. ഋഷയോപി തയോർവീക്ഷ്യ പ്രസംഗം രമമാണയോ. പരിവൃത്യ യയുസ്തൂർണം നരനാരായണാശ്രമം. ഹ്രീയുതാം കാമിനീം വീക്ഷ്യ പ്രോവാച ഭഗവാൻ ഹര. കഥം ലജ്ജാതുരാസി ത്വം സുഖം തേ പ്രകരോമ്യഹം. അദ്യ പ്രഭൃതിയോ മോഹാൽ പുമാൻ കോപി വരാനനെ. വനം ച പ്രാവിശേദേ തൽസവൈ യോഷിത് ഭവിഷ്യതി. ഇതി ശപ്തം വനം തേന യേ ജാനന്തി ജനാ ക്വചിൽ. വർജയന്തീഹ തേ കാമം വനം ദോഷസമൃദ്ധിമൽ. സുദ്യുമ്നസ്തു തദജ്ഞാനാൽ പ്രവിഷ്ടഃ സജീവൈ സഹ. തഥൈവ സ്ത്രീത്വമാപന്ന തൈ സഹേതി ന സംശയ. ചിന്താവിഷ്ട സ രാജർഷീർ ന ജഗാമ ഗൃഹം ഹ്രിയാ. വിചചാര ബഹിസ്തസ്മാദ് വനദേശാദിതസ്തതാ. ഹരേ ഇളേതി നാമ സംപ്രാപ്തം സ്ത്രീത്വേ തേന മഹാത്മന. വിചരൻ തത്ര സംപ്രാപ്തോ ബുധ സോമസുതോ യുവാ. സ്ത്രീഭിഃ പരിവൃതാം താം തു ദൃഷ്ട്വാ കാന്താം മനോരമാം.
ഹാവഭാവകലായുക്താം ചകമേ ഭഗവാൻ ബുധ സാപിതം ചകമേകാന്തം ബുധം സോമസുതം പതിം സംയോഗസ്തത്ര സംജാത തയോ പ്രേംണാ പരസ്പരം സ തസ്യാം ജനയാമാസ പുരൂരവസമാത്മജം ഇളായാം സോമപുത്രസ്തു ചക്രവർത്തീനമുത്തമം സാ പ്രസൂത സുതം ബാല ചിന്താവിഷ്ടാവനെ സ്ഥിത സസ്മാര സ്വകുലാചാര്യം വസിഷ്ഠം മുനിസത്തമം സ തദാസ്യ ദശാം ദൃഷ്ട്വാ സുദ്യുമ്നസ്യ കൃപാന്വിത അതോഷയൻ മഹാദേവം ശങ്കരം ലോകശങ്കരം തസ്മൈ സ ഭഗവാൻ തുഷ്ട പ്രദദൗ വാഞ്ചിതം വരം വസിഷ്ഠ പ്രാർത്ഥയാമാസ പുംസ്ത്വം രാജ്ഞപ്രിയസ്യ ച ശങ്കരസ്തു നിജാം വാചമൃതാം കുർവന്നുവാചഃ മാസം പുമാംസ്തു ഭവിത മാസം സ്ത്രീ ഭൂപതി കില യുദ്ധം പ്രാപ്യ വരം രാജ ജഗാമ സ്വഗൃഹം പുനഃ ചക്രേ രാജ്യം സധർമാത്മാ വസിഷ്ഠസ്യാപ്യനുഗ്രഹാൽ സ്ത്രീത്വേ തിഷ്ഠതി ഹർമ്യേഷു പുംസ്ത്വേ രാജ്യം പ്രശാസ്തി ച പ്രജാസ്തസ്മിൻ സമുദ്വിഗ്നാ നാഭ്യനന്ദൻ മഹീപതിം കാലേ തു യൗവനം പ്രാപ്ത പുത്ര പുരൂരവാസ്തദാ പ്രതിഷ്ഠാം നൃപതിസ്തസ്മൈ ദത്വാ രാജ്യം വനം യയൗ ഗത്വാ തു തസ്മിൻ വനേ രമ്യേ നാനാദ്രുമസമാകുലേ നാരദാൻ മന്ത്രമാസാദ്യ നവാക്ഷരമനുത്തമം ജജാപ മന്ത്രമത്യർത്ഥം പ്രേമപൂരിതമാനസ പരിതുഷ്ടാ തദാ ദേവി സഗുണാ താരിണീ ശിവ സിംഹാരൂഢാ സ്ഥിതാ ചാഗ്രേ ദിവ്യരൂപാ മനോരമാ വാരുണീപാനസമ്മത്ത മദാഘൂർണിതലോചന ദൃഷ്ട്വാ താം ദിവ്യരൂപാം ച പ്രേമാകുലിതലോചന പ്രണമ്യ ശിരസാ പ്രീത്യാ തുഷ്ടാവ ജഗദംബികാം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ, ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ്ദേവി ഭാഗവതം പ്രഥമസ്കന്ധം 12-ാമത്തെ അധ്യായത്തിൽ 16 മുതൽ 40 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇപ്പോൾ ഭാഷാഗാനമായി മലയാള തർജ്ജമയായി പാടി സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദിക്കുകൾ പ്രകാശിപ്പിച്ചു സനകാദി മുനികളോ ദക്ഷിണാമൂർത്തി തന്നൂടെ സമീപമെത്തി. ശങ്കരനോ ഗൗരിക്കൊപ്പം കാമലീലയാടും നേരം ശിവയാകും മഹാദേവി വിവസ്ത്രയത്രേ. ഭർത്താവിൻ്റെ മടിയിലായി ഇരിക്കവേ മഹാദേവി മുനിമാരെ കണ്ട നേരം ലജ്ജിതയായി. ഭർത്താവിൻ്റെ മടിയിൽ നിന്നെഴുന്നേറ്റ മഹാദേവി വസ്ത്രമുടുത്തവിടെ നാണത്തോടെ നിന്നു. രതി കേളിയാടിടുന്ന ശിവശക്തിമാരെ കണ്ടു മുനിമാരോ പ്രദക്ഷിണം ചെയ്തു മടങ്ങി. ലജ്ജാലുവാം ശിവയോടു ഭവൻ ചൊല്ലി, എന്തിനു നീ നാണിക്കുന്നു, നിനക്കു ഞാൻ സുഖമേകിടാ.
അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. ഇന്നു മുതൽ മോഹത്തോടെ വനത്തിൽ പ്രവേശിക്കുന്നു വനിതയായി തീരും മമ ശാപവാണിയാൻ. അന്നു മുതൽ അത്യധികം ദോഷമേറും ഈ വനത്തിൽ അറിയുന്ന ആരും തന്നെ കടക്കാറില്ല. സുദ്യുമ്നനു സജീവന്മാർക്കൊപ്പം വനത്തിൽ കയറി സ്ത്രീകളായി മാറിയല്ലോ അവരെല്ലാരും. ചിന്താതുരനായ രാജൻ ഗൃഹത്തിലേക്കു പോയില്ല, ചുറ്റിപ്പറ്റി നടന്നല്ലോ വനത്തിനുള്ളിൽ. വനിതയായി മാറി രാജൻ ഇളയെന്ന പേർ ലഭിച്ചു. വനം തന്നിൽ ചന്ദ്രപുത്രൻ ബുധനുമെത്തി. സുന്ദരിയ ഇളയുടെ ഭാവഹാവാദികൾ കണ്ടു. സുന്ദരന ബുധനുള്ളിൽ കാമമുണർന്നു. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. ബുധനെ പതിയായി കിട്ടാൻ അവളും ആഗ്രഹിച്ചല്ലോ. പരസ്പരം മോദത്തോടെ സംഗമിച്ചല്ലോ. ഇളയിൽ ബുധന്റെ വീര്യം ചേർന്നതിനാൽ പുത്രനായി ജനിച്ചല്ലോ ശ്രേഷ്ഠനായ പുരൂരവസ്സും. പുത്രനുണ്ടായതിന് ശേഷം വനത്തിൽ വസിക്കും കാലം കുലാചാര്യൻ വസിഷ്ഠനെ സ്മരിച്ചു. വസിഷ്ഠനോ രാജാവിന്റെ അവസ്ഥയിൽ മനം നൊന്തു വാമദേവനെ ധ്യാനിച്ചു സന്തോഷിപ്പിച്ചു. ശിവനു സംപ്രീതനായി വരം നൽകി മുനിയപ്പോൾ ഇളയ്ക്കു പുരുഷഭാവത്തിനായി പ്രാർത്ഥിച്ചു. തന്റെ വാക്കു സത്യമാക്കാൻ ശിവനോദി ഈ വിധത്തിൽ ഒരു മാസം പുരുഷനും മറുമാസം സ്ത്രീ. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. വസിഷ്ഠന്റെ വാത്സല്യത്താൽ മഹാദേവ കാരുണ്യത്താൽ ഗൃഹത്തിലേക്കെത്തി രാജൻ രാജ്യം ഭരിച്ചു. സ്ത്രീയാകുമ്പോൾ അന്തഃപുരം തന്നിൽ കഴിഞ്ഞല്ലോ രാജൻ. പുരുഷത്വം ലഭിക്കുമ്പോൾ രാജ്യഭരണം. ഇക്കാര്യത്തിൽ പ്രജകളിൽ ഉദ്വേഗം വർദ്ധിച്ചു വന്നു. അവരാരും രാജാവിനെ ഇഷ്ടപ്പെട്ടില്ല. പുരൂരവസ്സിനു കാലം യൗവനമായപ്പോൾ തന്നെ പുത്രനകി രാജ്യം രാജൻ വനം പ്രാപിച്ചു. നാനാവൃക്ഷ സമൃദ്ധമാം വനത്തിലെത്തിയ രാജൻ നാരദനിൽ നിന്നു നേടി നവാക്ഷരത്തെ. ഭക്തിയോടെ മന്ത്രം ചൊല്ലി ശിവരൂപി സഗുണയ ഭവതാരിണിയാം ദേവി സന്തുഷ്ടയായി. മതമേറും നേത്രത്തോടും മനോഹര രൂപത്തോടും മൃഗേന്ദ്രന്റെ പുറത്തേറിയെത്തിനാൻ ദേവി. ദേവിയെ കണ്ടതാം നേരം ഐളൻ വീണു നമിച്ചല്ലോ. ദേവിയെ മോദേന നന്നായി സ്തുതിച്ചുവല്ലോ. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. അമ്മേ ശരണം ദേവി ശരണം ലക്ഷ്മി ശരണം. ലക്ഷ്മി ശരണം ഭദ്രേ ശരണം വാണി ശരണം. വാണി ശരണം വരവാണി ശരണം. അമ്മേ ശരണം കാളി ശരണം ഭദ്രകാളി ശരണം. അമ്മേ ശരണം ദേവി ശരണം ലക്ഷ്മി ശരണം ഭദ്രേ ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം
ശ്രീമഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ദേവീ നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവീ വാഴുകയെൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവീ നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവീ നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു ലോകാംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയായി ആരംഭിച്ചിട്ട് ഇന്ന് 70ാമത്തെ ദിവസമാണ്. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 12ാമത്തെ അധ്യായത്തിൽ 16 മുതൽ ഉള്ള ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്തതും ഭാഷാഗാനമായി പാടി സമർപ്പിച്ചതും. ശൗനകാദി ഋഷീശ്വരന്മാർ ചോദിക്കുകയാണ്, സുദ്യുമ്നൻ വനത്തിൽ വെച്ച് സ്ത്രീയായി മാറി എന്ന് പറഞ്ഞു. അത് അത്ഭുതകരമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ ആ കഥ പറയുകയാണ്. ഏകദാ ഒരിക്കൽ ഗിരിശം ദ്രഷ്ടും ഋഷയ സനകാദയ. സനകാദി ഋഷീശ്വരന്മാർ ഗിരിശനെ, സാക്ഷാൽ മഹാദേവനെ കാണാനായിട്ട് അവിടുന്ന് ഇറങ്ങി പുറപ്പെട്ടു. എങ്ങനെ? ദിശോ വിധിമിരാഭാസ കുർവന്ത സമുപാഗമൻ. അങ്ങനെ അവിടേക്ക് എത്തിച്ചേർന്നപ്പോൾ തൻ്റെ തേജസ് കൊണ്ട് ലോകത്തെ ദിക്കുകളെ മുഴുവൻ പ്രകാശമാനമാക്കി ഈ സനകാദി യോഗീശ്വരന്മാർ. ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരാണ് സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ. ഇവർ 4 പേരും കൈലാസത്തിലേക്ക് എത്തിച്ചേർന്നു. ഈ സമയത്തോ തസ്മിംശ്ച സമയേ തത്ര, ഈ സമയത്ത് അവിടെ ശങ്കരഹ പ്രമദായുത, ശങ്കരൻ ആ ഗൗരിയോട് ചേർന്ന് ക്രീഡാസക്ത മഹാദേവി വിവസ്ത്ര കാമിനി ശിവ, കാമിനിയായ മംഗളസ്വരൂപിണിയായിരിക്കുന്ന ആ മഹാദേവി പാർവതി വിവസ്ത്രയും ക്രീഡാസക്തയുമായിട്ടിരിക്കുകയായിരുന്നു. വസ്ത്രം ധരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് ചുരുക്കം. ഉത്സംഗേ സംസ്ഥിത ഭർത്തു, തൻ്റെ ഭർത്താവിൻ്റെ മടിയിൽ രമമാണ മനോരമ, ആ സുന്ദരിയായ പാർവതി രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. താൻ വിലോക്യാംബികാദേവി വിവസ്ത്ര വ്രീഡിതാഭൃശം, ഈ സനകാദി യോഗീശ്വരന്മാരെ കണ്ടപ്പോൾ വിവസ്ത്രയായ അംബികാദേവി, പാർവതീദേവി അവരെ കണ്ട് വല്ലാതെ ലജ്ജിച്ചു എന്ന് പറയുന്നു. വ്രീഡിതാഭൃശം. ഭർത്തുരംഗാൽ സമുദ്ധായ, ഉടനെ തന്നെ ഭർത്താവിൻ്റെ മടിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി എഴുന്നേറ്റിട്ട് വസ്ത്രമാദായ പര്യഥാൽ, വസ്ത്രമെടുത്തു. ലജ്ജാവിഷ്ടാ സ്ഥിതാ തത്ര വേപമാനാതിമാനിനി, അത്യധികം മാനിനിയായിരിക്കുന്ന ദേവി ലജ്ജ കൊണ്ട് വിറച്ചുകൊണ്ട് വേപമാനാതിമാനിനി അവിടെ തന്നെ നിന്നു. വല്ലാതെ നാണമായി ദേവിക്കെന്ന് ചുരുക്കം. ഋഷയോപി തയോർവീക്ഷ്യ, ഋഷിമാരോ ഈ 2 പേരെയും കണ്ടിട്ട് പ്രസംഗം രമമാണയോ, ആ രതി കേളികളിൽ മുഴുകിയിരിക്കുന്ന പ്രകർഷേണ അതിൽ സംഘമുള്ള അവരെ, ആ 2 പേരെയും കണ്ടപ്പോൾ ഉടനെ തന്നെ അവരെ പ്രദക്ഷിണം ചെയ്തിട്ട് പരിവൃത്യ യയുസ്തൂർണം നരനാരായണാശ്രമം, നരനാരായണാശ്രമത്തിലേക്ക് യയു അവർ പോയി. ഹ്രീയുതാം കാമിനിയും വീക്ഷ്യ, ലജ്ജിച്ചു നിൽക്കുന്ന തൻ്റെ കാമിനിയെ, തൻ്റെ ഭാര്യയെ കണ്ടിട്ട് ഭഗവാൻ, ആ ഹരൻ പ്രോവാച പറഞ്ഞു എന്നാണ്. എന്തിനാണ്? കഥം ലജ്ജാതുരാസിത്വം, നീ എന്തിനാണിങ്ങനെ നാണം വന്നിങ്ങനെ നിൽക്കണത്? എന്തുകൊണ്ടാണ് ലജ്ജാവിവശയാവാൻ? നിനക്ക് എന്താണ് കാരണം? ത്വം സുഖം തേ പ്രകരോമ്യഹം, ഞാൻ നിനക്ക് സുഖത്തെ നൽകുന്നതാണ് എന്ന് പറയുന്നു. എന്നിട്ട് പറഞ്ഞു, അദ്യപ്രഭൃതി, ഇന്നു മുതൽ യോ മോഹാത് പുമാൻ കോപി വരാനനെ, ഹേ സുന്ദരി വരാനനെ, ഇവിടെ ആരെങ്കിലും മോഹത്തോടുകൂടി വനത്തിൽ പ്രവേശിച്ചാൽ, വനം ച പ്രവിശേദേതൽ, ഈ വനത്തിലേക്ക് പ്രവേശിച്ചാൽ സവൈ യോഷിത് ഭവിഷ്യതി, അവൻ എന്തായിട്ട് തീരും? ഒരു സ്ത്രീയായിട്ട് മാറും. അതേ തുടർന്ന് ഇതി ശബ്ദം വനം തേന ഏ ജാനന്തി ജനാക്വചിൽ, ഇങ്ങനെ ശപിച്ചു. അതുകൊണ്ട് തന്നെ ഈ വനത്തിലേക്ക് ഇത് അറിയുന്ന ആരും തന്നെ
അതിലേക്ക് കടക്കാറില്ല, അതിനെ വർജിക്കും. ചുരുക്കം പേര് ഈ ദോഷം നിറഞ്ഞതാണ് എന്ന് കണ്ട്, അറിയുന്നവർ കുറച്ച് പേരേ ഉള്ളൂ. വർജയന്തീഹത്തെ കാമം വനം ദോഷസമൃദ്ധ്യമൽ, ഇങ്ങനെ വളരെയധികം ദോഷങ്ങളുള്ളതാണ് ഈ വനം എന്നറിഞ്ഞ് അറിയുന്ന ചുരുക്കം ചിലർ അങ്ങോട്ട് കടക്കാറില്ല. സുദ്യുമ്നനോ സുദ്യുമ്നസ്തു, സുദ്യുമ്നൻ തദ്ജ്ഞാനാൽ പ്രവിഷ്ട സജീവൈസഹ, അതറിയാതെ സജീവന്മാരോടുകൂടി മന്ത്രിമാരോടുകൂടി വനത്തിലേക്ക് വന്നു. തഥൈവ സ്ത്രീത്വമാപന്ന തൈ സഹേതിന സംശയ, അപ്പോൾ അവരോടൊപ്പം ആ മന്ത്രിമാരോടുകൂടി ഈ സുദ്യുമ്നൻ സ്ത്രീയായിട്ട് മാറി എന്നും അത് സംശയമില്ലാത്ത കാര്യമാണ് എന്ന് പറയുകയാണ്. ന സംശയ. ചിന്താവിഷ്ട സ രാജർഷീർ ന ജഗാമ ഗൃഹം ഹ്രിയ, ചിന്താതുരനായ രാജർഷി ആ സുദ്യുമ്നൻ നാണം കൊണ്ട്, ഹ്രിയ നാണമുള്ളത് കൊണ്ട്, ലജ്ജ കൊണ്ട് തൻ്റെ ഗൃഹത്തിലേക്ക് തിരിച്ചുപോയില്ല. വിചചാര ബഹിസ്തസ്മാത് വനദേശ ആദിതസ്തത, ഇതസ്തത അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വനത്തിൽ അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടന്നു എന്ന് ചുരുക്കം. പുറത്തേക്ക് പോവാൻ അദ്ദേഹത്തിന് നാണം അനുവദിച്ചിരുന്നില്ല. ഇളേതി നാമ സംപ്രാപ്തം, അദ്ദേഹത്തിന് പിന്നെ ഒരു പേര് കിട്ടി. സ്ത്രീയായി തീർന്നപ്പോൾ ഇള എന്ന് പേര് ലഭിച്ചു. സ്ത്രീത്വേ തേന മഹാത്മന വിചരൻ തത്ര സംപ്രാപ്തോ, അങ്ങനെ അദ്ദേഹം ആ കാട്ടിൽ നടക്കണു. ഈ സമയത്ത് ബുധ സോമസുതോ യുവ വിചരൻ തത്ര സംപ്രാപ്ത, ബുധൻ എന്ന സോമന്റെ പുത്രൻ, ചന്ദ്രന്റെ പുത്രൻ, അവിടേക്ക് യുവാവായ ആ ബുധൻ ഈ വനത്തിലേക്ക് എത്തിച്ചേർന്നു. സ്ത്രീഭി പരിവൃതാം താം തു ദൃഷ്ട്വാ കാന്താം മനോരമാം, സ്ത്രീകളാൽ ആ പരിസേവിതയായിരിക്കുന്ന ഈ സ്ത്രീയെ കണ്ടപ്പോൾ അവളുടെ ഭാവഹാവാദി കലകൾ ഉള്ളവളായി മനസ്സിലായിട്ട് ബുധന് ചകമേ ഭഗവാൻ ബുധ, എന്തായി, അവളിൽ വലിയ കാമമുണ്ടായി, ആഗ്രഹമുണ്ടായി എന്ന് പറയുന്നു. ഈ പെൺകുട്ടിക്കോ സാപി, അവളും അതെ, തം ചകമേ കാന്തം ബുധം സോമസുതം പതിം, ആ സോമപുത്രനായിരിക്കുന്ന ഇന്ദു തനയനായിരിക്കുന്ന ഈ ബുധനെ കണ്ടപ്പോൾ അവൾക്കും വലിയ മോഹം ഉണ്ടായി. അങ്ങനെ സംയോഗസ്തത്ര സഞ്ജാത തയോ പ്രേംണ പരസ്പരം, ഇരുവരും പരസ്പരം പ്രേമത്തോടുകൂടിയ സംയോഗം, അവര് വിവാഹം കഴിച്ചു എന്ന് പറയുന്നു. അവരുടെ സംഗമമുണ്ടായി, സംയോഗം ഉണ്ടായി. സ തസ്യാം ജനയാമാസ, ആ സോമപുത്രനായിരിക്കുന്ന ബുധൻ അവളിൽ പുരൂരവസമാത്മജം ജനയാമാസ, പുരൂരവസ എന്നൊരു പുത്രന് ജന്മം കൊടുത്തു. ആ ഇളായാം സോമപുത്രസ്തു ചക്രവർത്തീനം ഉത്തമം, അങ്ങനെ ആ ഇളയിൽ അത്യുത്തമനും ചക്രവർത്തിയുമായ പുരൂരവസ എന്ന മകനെ ജനിപ്പിച്ചു. സാ പ്രാസൂതസുതം ബാല ചിന്താവിഷ്ടാ വനേ സ്ഥിത സസ്മാര സ്വകുലാചാര്യം വസിഷ്ഠം മുനിസത്തമം, ആ പെൺകുട്ടി ആ പുത്രനെ പ്രസവിച്ചപ്പോൾ പെട്ടെന്ന് അവളിൽ ചിന്തകളുണ്ടായി. ചിന്താവിഷ്ടയായി വനത്തിൽ അവിടെ താമസിക്കുന്ന ആ ഇള മുനിശ്രേഷ്ഠനായിരിക്കുന്ന കുലഗുരുവായിരിക്കുന്ന സ്വകുലാചാര്യനായിരിക്കുന്ന സാക്ഷാൽ വസിഷ്ഠനെ സ്മരിച്ചു. ഈ സമയത്തോ സതദാസ്യ ദശാം ദൃഷ്ട്വാ സുദ്യുമ്നസ്യ കൃപാന്വിത അതോഷയൻ മഹാദേവം ശങ്കരം ലോകശങ്കരം, വസിഷ്ഠ മഹർഷി ഈ സമയത്ത് സുദ്യുമ്നന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ആ മഹാദേവനെ, ഈ ശാപത്തിന് കാരണമായിരിക്കുന്ന മഹാദേവനെ തന്നെ അവിടെ സ്മരിച്ചു, സന്തോഷിപ്പിച്ചു. ശങ്കരം ലോകശങ്കരം, ശം കരോതി ഇതി ശങ്കര, ലോകത്തിന് മംഗളത്തെ അല്ലെങ്കിൽ സുഖത്തെ നൽകുന്ന ആളാണ് ശങ്കരൻ. അപ്പോൾ ലോകത്തിന് മംഗളത്തെ നൽകുന്നു. ലോകശങ്കരം ശങ്കരം അതോഷയൻ, ആ ഭഗവാനെ സന്തോഷിപ്പിച്ചു. തസ്മൈ സ ഭഗവാൻ തുഷ്ട, ഭഗവാൻ സംപ്രീതനായി. പ്രദദൗ വാഞ്ചിതം വരം, ഇഷ്ടപ്പെട്ട ആഗ്രഹിക്കുന്ന വരം കൊടുത്തു. വസിഷ്ഠൻ എന്താ വരമായിട്ട് പറഞ്ഞത്? വസിഷ്ഠ പ്രാർത്ഥയാമാസ, വസിഷ്ഠൻ പ്രാർത്ഥിച്ചു. പുംസ്ത്വം രാജ്ഞപ്രിയസ്യ, തൻ്റെ പ്രിയപ്പെട്ട രാജാവിന് പുരുഷത്വം കിട്ടണം, ഇള വീണ്ടും പുരുഷനാവണം എന്ന ആഗ്രഹം അവിടെ അറിയിച്ചു. ഭഗവാനോ ശങ്കരസ്തു നിജാം വാച മൃതാം കുറുവന്നുവാച, ഭഗവാൻ ശങ്കരൻ തൻ്റെ വാക്ക് സത്യമാക്കാൻ വേണ്ടി പറഞ്ഞു, പൂർണ്ണമായിട്ട് പുരുഷത്വം കൊടുക്കാൻ പറ്റില്ല,
എങ്ങനെ ചെയ്യാം? മാസം പുമാംസ്തു ഭവിത മാസം സ്ത്രീ ഭൂപതി കില. ഒരു മാസം പുരുഷൻ, അടുത്ത മാസം സ്ത്രീ, അങ്ങനെ മാറി മാറി സംഭവിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു അനുഗ്രഹം തരാമെന്ന് പറഞ്ഞു. ഇങ്ങനെ യുദ്ധം പ്രാപ്യ വരം രാജ, ഈ വരം കിട്ടിയ രാജാവ് ജഗാമ സ്വഗൃഹം പുന, വീണ്ടും തൻ്റെ ഗൃഹത്തിലേക്ക് തിരിച്ചുപോയി. ചക്രേ രാജ്യം സ ധർമാത്മാ, ധർമാത്മാവായ അദ്ദേഹം രാജ്യം ഭരിച്ചു. വസിഷ്ഠസ്യാപ്യനുഗ്രഹാൽ, വസിഷ്ഠൻ്റെ അനുഗ്രഹം കൊണ്ട്, വസിഷ്ഠൻ്റെ അനുഗ്രഹം കൊണ്ടാണ് അദ്ദേഹത്തിന് ആ പുരുഷത്വം കിട്ടിയത്. അങ്ങനെ അദ്ദേഹം വീണ്ടും രാജകൊട്ടാരത്തിലേക്ക് പോയി അവിടെ ചെന്ന് രാജ്യം ഭരിക്കാനായിട്ട് ആരംഭിച്ചു. എന്നാൽ സ്ത്രീത്വേ തിഷ്ഠതി ഹർമ്മ്യേഷു, സ്ത്രീയായിരിക്കുമ്പോൾ എവിടെ നിൽക്കും? അന്തഃപുരത്തിൽ അവിടെ കഴിഞ്ഞു. പുംസ്തേ രാജ്യം പ്രശാസ്തിച്ച, പുരുഷനാവുന്ന സമയത്ത് രാജ്യത്തെ വേണ്ട പോലെ ഭരിക്കുകയും ചെയ്തു. അപ്പോൾ ഭാര്യയായിട്ടിരിക്കും, സ്ത്രീയായിരിക്കുമ്പോൾ, അത് കഴിഞ്ഞാൽ പുരുഷനായിക്കഴിഞ്ഞാൽ രാജാവായി രാജ്യം ഭരിക്കുകയും ചെയ്യും എന്ന് പറയുന്നു. അപ്പോൾ ആദ്യം ഒരു മാസം പുരുഷൻ, അപ്പോൾ രാജ്യം ഭരിക്കും. അത് കഴിഞ്ഞാൽ അടുത്ത മാസം സ്ത്രീയാണ്, അപ്പോൾ കുട്ടിയെ നോക്കലും അതേപോലെയുള്ള ആ അന്തഃപുരത്തിൽ കഴിയുന്ന രീതി. കാലേതു യൗവനം പ്രാപ്ത പുത്ര പുരൂരവാസ്തത, പുരൂരവസ് എന്ന പുത്രന് യൗവനത്തിലേക്ക് എത്തിയപ്പോൾ, യൗവനം പ്രാപിച്ചപ്പോൾ രാജ്യാധിപത്യം, ആ രാജ്യത്തിൻ്റെ ആധിപത്യം അല്ലെങ്കിൽ രാജ്യം തന്നെ പുത്രന് നൽകി. രാജ്യം ആ ദത്വാരാജ്യം വനം യയൗ, രാജ്യം പുത്രന് കൊടുത്തിട്ട് അദ്ദേഹം വനത്തിലേക്ക് പോയി. ഗത്വാ തു തസ്മിൻ വനേ രമ്യേ നാനാദ്രുമ സമാകുലേ നാരദാൻ മന്ത്രമാസാദ്യ നവാക്ഷരമനുത്തമം. നിരവധി വൃക്ഷങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ള ഏറ്റവും രമ്യമായ സുന്ദരമായിരിക്കുന്ന ആ വനത്തിൽ ചെന്ന് നാരദനിൽ നിന്ന് വളരെ വിശേഷമായിട്ടുള്ള നവാക്ഷരമനുത്തമം, അത്യുത്തമമായിരിക്കുന്ന നവാക്ഷര മന്ത്രത്തെ രാജാവ് നേടി. ജജാപമന്ത്രമത്യർത്ഥം പ്രേമപൂരിതമാനസ പരിതുഷ്ട തദാ ദേവി സഗുണ താരിണീ ശിവ. ആ ഭക്തി നിറഞ്ഞ മനസ്സോടു കൂടിയിട്ട് ഈ നവാക്ഷര മന്ത്രത്തെ വേണ്ട പോലെ ജപിച്ചു. അതുകൊണ്ട് മംഗളസ്വരൂപിണിയായിരിക്കുന്ന സഗുണ താരിണി ശിവ, ശിവയായിരിക്കുന്ന ഭവതാരിണിയായിരിക്കുന്ന സഗുണയായിരിക്കുന്ന ആ ദേവി സന്തുഷ്ടയായി ഈ സുദ്യുമ്നൻ്റെ ഈ പ്രവൃത്തി കൊണ്ട്. സിംഹാരൂഢ സ്ഥിതാചാഗ്രേ ദിവ്യരൂപ മനോരമ വാരുണീപാനസമ്മത്ത മദാഘൂർണിതലോചന. ദിവ്യസ്വരൂപിണിയായി, സുന്ദരിയായി, മനോഹാരിണിയായി, അതേപോലെ വാരുണീപാനസമ്മത്ത, മദ്യപാനം കൊണ്ട് വാരുണീ മദ്യം സേവിച്ച് ഉന്മത്തമായ മദാഘൂർണിതലോചന, മദം കൊണ്ട് കണ്ണ് ചുഴറ്റുന്നവളായിരിക്കുന്ന ആ ദേവി സിംഹാരൂഢ സ്ഥിത, സിംഹാരൂഢയായി ഈ സുദ്യുമ്നൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ദൃഷ്ട്വാ താം ദിവ്യരൂപാം ച പ്രേമാകുലിതചേലോചന പ്രണമ്യ ശിരസാ പ്രീത്യ തുഷ്ടാവ ജഗദംബിക. ഇവിടെ മദാഘൂർണിതലോചന, മദം കൊണ്ട് കണ്ണ് ചുഴറ്റുന്ന ആ ദേവി ഇപ്പം എങ്ങനെയായി? ഇപ്പോൾ പ്രേമാകുലിതലോചന, ഭക്തി വഴിയുന്ന കണ്ണുകളുള്ളവളായി മാറി ആ ദിവ്യസ്വരൂപിണി. ശിരസ്സുകൊണ്ട് പ്രണമിച്ചു, സന്തോഷത്തോടുകൂടി ഭഗവതിയെ സ്തുതിച്ചു. സുദ്യുമ്നൻ അല്ലെങ്കിൽ ഇള. ആ 40ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. നാളെ 41ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് അനുസ്മരിക്കാം. എല്ലാവരെയും ജഗദംബിക അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു.
അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച
ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.